എൻ്റെ പേര് മാത്യു. എൻ്റെ മോൻ്റെ പേര് കെയ്കൻ. അവൻ്റെ സ്പീച്ച് തെറാപ്പിയും ഓക്യുപേഷണൽ തെറാപ്പിക്ക് വേണ്ടിയാണ് പ്രയത്നയിൽ ജോയിൻ ചെയ്യിച്ചത്. ആദ്യമേ എൻ്റെ മോന് കുറച്ച് റിക്ലൂസീവ് ആയിരുന്നു. വളരെ ക്വയറ്റും ഹി വാസ് നോട്ട് വെരി സോഷ്യൽ. വളരെ സോഷ്യലായിട്ട് ഇൻട്രാക്ട് വളരെ കുറവായിരുന്നു. ആൻഡ് ഹിസ് വൊക്കാബുലറി എന്ന് പറയുമ്പോൾ 0 വേർഡ്സ്, ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 1-2 വാക്കുകൾ മാത്രമേ പറയത്തുള്ളൂ. അമ്മ, പപ്പ അല്ലാതെ വേറെ കൂടുതൽ പറയത്തില്ല. സോ ഓൾമോസ്റ്റ് 2 years ബാക്ക് വി സോ ഹിം റിഗ്രസിങ്. അത് കുറച്ചുകൂടെ ക്വൈറ്റ് ആയിട്ട് വന്നു. ആദ്യമേ ഞങ്ങൾ കുറച്ച് റിസർച്ച് ചെയ്തിരുന്നു. അപ്പം ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളൊരു കുറച്ച് നാൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ വി വർ ലൈക്ക് ഔട്ട്സൈഡേഴ്സ്. നമ്മളൊരു ഇൻ പേഴ്സൺ തെറാപ്പിസ്റ്റ് കോൺസെപ്റ്റ് അല്ലായിരുന്നു അവിടെ. പക്ഷേ അങ്ങനെ ഒരു സമയത്ത് കഴിഞ്ഞ ക്രിസ്മസിനായിരുന്നു ആക്ച്വലി അച്ഛൻ പള്ളിയിൽ അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനൊരു ഫ്ലാറ്റിൽ, ഐ ഫോർഗോട്ട് ദി നെയിം ഓഫ് ദ ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിൻ്റെ സൈഡിൽ ഒരു സെൻറ്റർ ഉണ്ട്, ഇറ്റ്സ് വെരി സക്സസ്ഫുൾ ആണെന്ന് കേട്ടത്, ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പം അങ്ങനെ മോനെ എൻറോൾ ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇറ്റ് വാസ് സംവെയർ അറൗണ്ട് ഒരു നവംബറിലായിരുന്നു മോനെ ജോയിൻ ചെയ്യിപ്പിച്ചത്. ഇനീഷ്യലി മോനെ ജോയിൻ ചെയ്യിപ്പിച്ചത് ഓക്യുപേഷണൽ തെറാപ്പിക്കായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞൊരു 6-7 മാസത്തിൻ്റെ ചേഞ്ചസ് പറയുവാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ മോന് ഇൻട്രാക്ഷൻ വളരെ കൂടിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ റിക്ലൂസീവ് അല്ല. ഇപ്പോൾ ഒരു സീനിയേഴ്സ് ആണെങ്കിലും ശരി, അവനെക്കാളും പ്രായമുള്ളവരാണെങ്കിലും ശരി, അവൻ്റെ പ്രായത്തിലുള്ളവരാണെങ്കിലും ശരി, എല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. നമ്പർ 2, അവൻ്റെ ഫുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് പണ്ടൊക്കെ ഫുഡ് വെച്ചിട്ട് അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, അത് കുറച്ചും കൂടി ചെയ്ത് പതുക്കെ ബെറ്റർ ആയിട്ടുണ്ട്. പലവിധമായ ചേഞ്ചസ് ഉണ്ട്. ഇപ്പം തേർഡ് തിങ് ഈസ് അവൻ്റെ റെസ്റ്റ്ലെസ്നെസ്. ഇരുന്ന് കിട്ടത്തില്ല അവനെ. ഭയങ്കര ഓട്ടവും ചാട്ടവും ബഹളമായിരുന്നു. ഇപ്പോൾ അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന സ്ഥലത്ത് കൂടുതൽ നേരം ഇരുത്താനുള്ളൊരു കഴിവ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആദ്യമേ ഓക്യുപേഷണൽ തെറാപ്പി ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്, ഇൻറ്റൻസീവ് ഓക്യുപേഷണൽ തെറാപ്പി. അതൊരു വൺ മന്ത് കൊടുത്തു ഇനീഷ്യലി. ദെൻ അത് കഴിഞ്ഞിട്ട് ചേഞ്ചസ് കണ്ടപ്പോൾ ഷിഫ്റ്റ് ടു ഗ്രൂപ്പ് തെറാപ്പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ദെൻ ആഫ്റ്റർ ദാറ്റ് വീണ്ടും കഴിഞ്ഞ ഏപ്രിൽ മെയ്യിൽ ഇൻറ്റൻസീവ് ഓക്യുപേഷണൽ തെറാപ്പി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഓക്യുപേഷണൽ തെറാപ്പി ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, വിച്ച് ഇസ് ലൈക്ക് അലോങ് വിത്ത് ഹിസ് പിയേഴ്സ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച സ്പീച്ച് തെറാപ്പി ഇൻറ്റൻസീവായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് പ്രയത്ന എന്താണെന്ന് വെച്ചാൽ is the co-therapist concept. അതായത് your parent is also a co-therapist. അല്ലാതെ റൂമിന് പുറത്ത് ഇരുത്തി ചെയ്യുന്ന സെറ്റപ്പ് അല്ല. And that is a huge selling point or huge point of Prayatna. And next thing is instant feedback. ഇപ്പം നമ്മൾ എൻ്റെ മോന് അവന് എന്താണ് ക്ലാസ്സിൽ അവൻ എന്താണ് ചെയ്യുന്നത്, ഹൗ ഇസ് എ റിയാക്ടിങ് ടു ദ ടീച്ചേഴ്സ് കമാൻഡ്സ്, അത് നമുക്ക് പഠിക്കാൻ പറ്റും, ഇവൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് തേർഡ് തിങ് ഇസ് ഹോം വർക്ക്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് ഒരു 45 minute സെഷൻ മാത്രമല്ല, വീട്ടിൽ പോയിട്ടും ഒരു പേരൻ്റ് എന്ന ഒരു സ്ഥാനത്ത് നിന്ന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിത്ത് റിസോഴ്സസ് അറ്റ് അവർ ഹൗസ്, നമുക്ക് മോനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. സോ ഓൾ ദീസ് 3 factors മേക്ക് പ്രയത്ന ഡിഫറെൻറ്റ്. തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ദ ഇഷ്യൂ നമ്മുടെ പിള്ളേരുള്ള ഇഷ്യൂസ് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതൊരിക്കലും ഡിലേ ചെയ്യരുത്. ദ ഏർലിയർ യു ക്യാച്ച് ദ ബെറ്റർ യു ക്യാൻ റിക്കവർ. അതാണ് എൻ്റെ ഒരു മെസ്സേജ്. ഒരിക്കലും ഡിലേ ചെയ്യരുത്. ആൻഡ് ഡോണ്ട് ലിസൺ ടു ഓൾ ദ സൊസൈറ്റൽ തിങ്സ്. ഇഫ് യു സീ ദാറ്റ് നിങ്ങളുടെ മക്കളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദർ ആർ പ്രൊഫഷണൽസ് ഹു ക്യാൻ ഡയഗ്നോസ്. തീർച്ചയായിട്ടും അവരുടെ ഹെൽപ്പ് റീച്ച് ഔട്ട് ചെയ്യുക. ആൻഡ് പ്രയത്ന, ഐ വുഡ് ഹൈലി റെക്കമെൻഡ് പ്രയത്ന ഫോർ ദാറ്റ്. തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ജോലി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നാട്ടിൽ വന്ന് ഞാനിവിടെ ജോലി ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആസ് എ ഫാദർ ഞാൻ എടുത്ത സാക്രിഫൈസസ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇറ്റ് വാസ് ഹ്യൂജ്. കാരണം ഐ എം റീപ്പിംഗ് ദ റിവാർഡ്സ് റൈറ്റ് നൗ. അവനിപ്പോൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ്റെ കാര്യങ്ങൾ, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആൻഡ് സഡൻ പോയിന്റ് ഞങ്ങൾ വിചാരിച്ചു ഇവന് ലൈക്ക് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു ആസ് എ പാരന്റ്. പക്ഷേ റൈറ്റ് നൗ വി ക്യാൻ കോൺഫിഡൻ്റ്ലി സേ ദാറ്റ് മൈ സൺ ക്യാൻ സ്റ്റാൻഡ് ഓൺ ഹിസ് ഫുട്ട്. ലൈക്ക് അവൻ ഈസ് ഇൻഡിപെൻഡൻറ്റ്.
അവന് എക്സ്പ്രസ് ചെയ്യാൻ അവന് കഴിവ് വന്നിരിക്കുന്നു. ആൻഡ് ഓൾസോ ദാറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഫോർ അസ്.